തീർച്ചയായും കിരൺ, ഇനി വിജയകാന്തിൽ നിന്ന് നമുക്ക് അടുത്ത, അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനായ അടുത്ത നേതാവിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അത് മറ്റാരുമല്ല, കമൽ ഹസൻ ആണ്. ഇവിടെ ഒരു കാര്യം പ്രേക്ഷകരെ വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കേണ്ടത്, ഈ തമിഴക രാഷ്ട്രീയം അവിടെ സ്വത്ത് രാഷ്ട്രീയം എപ്പോഴും വെച്ച് പുലർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പരിശോധിച്ചാലും അതിൽ ദ്രാവിഡ എന്ന വാക്കൊന്നുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ മക്കൾ എന്ന വാക്കുണ്ടാകും. ഈ തരത്തിൽ തന്നെയായിരിക്കും പേരുകൾ എന്നതിൽ തർക്കമില്ല. അങ്ങനെ കമൽ ഹസൻ 2018 ഫെബ്രുവരി 21 മക്കൾ നീതിമയം എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. കിരൺ, ഈ സ്വത്വബോധത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഒരു ഭാഷാ പ്രയോഗം തന്നെയുണ്ടല്ലോ. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷന് മലയാളം വാക്കില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണിന് പേരില്ല. അതേസമയം തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, ടെലിവിഷനും മൊബൈൽ ഫോണിനും വൈഫൈക്കും വരെ അവർ തമിഴ് വാക്ക് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അഭിലാഷ്, അത് ഒരു വലിയ ചരിത്രവും തമിഴ്നാടിന്റെ വളർച്ചയുമായിട്ട് എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ അതിനൊരു പ്രധാന ആയുധമായത് ഈ പറഞ്ഞ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ, നമ്മൾ ഇന്നലെ പറഞ്ഞു, ഈ വി രാമസ്വാമിയൊക്കെ ആദ്യം ഈ വിധവാ വിവാഹത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സ്ത്രീ സമത്വത്തിന് വേണ്ടിയും സ്ത്രീകൾ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട്, അറേഞ്ച്ഡ് മാരേജ് അല്ല വേണ്ടത്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭാര്യയെ ഭർത്താവിനെ പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടാവണം. ഇതൊക്കെ ഏകദേശം അരനൂറ്റാണ്ടിന് മുമ്പ് തന്നെ പറയുകയും അതൊക്കെ ഉറച്ചു പറയുകയും ഒക്കെ ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഈ ദൈവമില്ല എന്നൊക്കെ ഒരു നേതാവ് പ്രസംഗിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുക, അതൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു വലിയ കൾച്ചറിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഈ തമിഴ് ജനത എന്ന് പറയുന്നത് തന്നെ. അതൊക്കെ കൊണ്ട് തന്നെയാണ് തമിഴ് ജനതയുടെ രാഷ്ട്രീയത്തിലെല്ലാം ഇപ്പോഴും ഈ വലിയ വിശ്വാസത്തിലൊക്കെ അവർ നിൽക്കുമ്പോഴും ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് ഇന്നലെ അതും വിശദമായി പറഞ്ഞിരുന്നു, ഈ സനാതന ധർമ്മത്തിനെതിരേക്ക്, അത് ഹിന്ദുവിസവുമായി യാതൊരു ബന്ധവുമുള്ളതല്ല സനാതന ധർമ്മം. സനാതന ധർമ്മം എന്ന് പറയുന്നത് ഡെങ്കിയെ പോലെ അല്ലെങ്കിൽ കോവിഡ് പോലെ അതിനെ എതിർക്കേണ്ടതല്ല, നശിപ്പിക്കേണ്ട ഒന്നാണ് എന്നൊക്കെ പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയുന്ന, അതിന് എതിർപ്പില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നാട് കൂടി അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അഭിലാഷ്. യഥാർത്ഥത്തിൽ അതൊക്കെ കൊണ്ടാവും സ്വാഭാവികമായും ഈ കമലഹാസൻ പോലും ഇവരെല്ലാം അവരുടെ പ്രധാന നേതാക്കളെല്ലാവരും തന്നെ നിരീശ്വരവാദികളായ നേതാക്കളാണ്. ജയലളിത വിശ്വാസിയാണെങ്കിൽ പോലും ജയലളിതയുടെ അടക്കം മൃതദേഹം സംസ്കരിക്കുമ്പോൾ അത് ചിതയിൽ വെക്കുകയല്ല, അത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അത് ആര്യത്തിന്റെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിന്റെ എല്ലാവിധ സിംബലുകളെയും എതിർക്കുക എന്നുള്ളത് തമിഴിൻ്റെ 2-3 തലമുറ മുമ്പ് മുതൽ, അല്ലെങ്കിൽ 4 തലമുറ മുമ്പ് മുതൽ അവർ തുടങ്ങിയ വലിയ ഈ ജസ്റ്റിസ് പാർട്ടിയുടെയൊക്കെ തുടക്കം മുതൽ 1917 മുതൽ തുടങ്ങിയ ഒരു വലിയ പാരമ്പര്യത്തിന് തുടർച്ചയാണ്. അങ്ങനെയാണ് ഈ തമിഴർക്ക് ഹിന്ദി പഠിപ്പിക്കുന്നത്, ഹിന്ദി പഠിക്കാൻ വരുന്നത് തമിഴരുടെ ദേശീയത അല്ലെങ്കിൽ തമിഴരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അത് ആര്യന്മാരുടെ ഭാഷയാണ്, അത് പഠിക്കേണ്ടതില്ല. ഈ അണ്ണാദുരയൊക്കെ അവസാനം പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ ഇംഗ്ലീഷിനെ ദേശീയ ഭാഷയാക്കൂ, അത് പഠിച്ചുകൊണ്ടാണ് ഗുണമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ മുന്നേറ്റം എല്ലാം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്താണ്. ഈ വിജയകാന്ത് ഒക്കെ പറഞ്ഞത് അമ്മേ തമിഴ് മൊഴി ആണ് നമ്മൾ പഠിക്കേണ്ടത്, പക്ഷേ അത് പ്രധാനം, പക്ഷേ മറ്റു ഭാഷകളും പഠിക്കണം എന്ന് പറഞ്ഞാണ്. അപ്പൊ ഇവരുടെ ഈ ഹിന്ദി ഈ ഭാഷയ്ക്കെതിരെയുള്ള സി രാജഗോപാലാചാരി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ സമയത്താണ് ഹിന്ദി ഭാഷാ പഠനം നിർബന്ധമാക്കിയത്. അന്നാണ് ഈ അണ്ണാദുരയുടെ നേതൃത്വത്തിൽ വലിയ സമരവുമൊക്കെ നടക്കുന്നത്. അന്നു മുതൽ ഉള്ളതാണ് അവർക്ക് എല്ലാത്തിനെയും തമിഴ്. അന്നൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തിയത് സയൻസിൽ നിങ്ങൾ എങ്ങനെ തമിഴ് കൊണ്ടുവരും, നിങ്ങൾ ഇംഗ്ലീഷ് മറ്റ് ഭാഷ വേണ്ടേ, അല്ലെങ്കിൽ മറ്റ് ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഒക്കെ ആശ്രയിക്കണ്ടേ, എല്ലാറ്റിനും തമിഴ് കൊണ്ടുവരിക എന്നുള്ള ആശയത്തിലേക്കൊക്കെ വന്നത്. ഈവൻ ഭാരതിയാർ തമിഴും സംസ്കൃതവും തമ്മിൽ സഹോദരമാണെന്ന് പറഞ്ഞപ്പോൾ ഭാരതിയാരെ പോലും വിമർശിക്കുന്നുണ്ട് രാമസ്വാമി. ഇത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, തമിഴും ദ്രാവിഡ ഭാഷയാണ്, അതിന് സംസ്കൃതവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല. അങ്ങനെ ആ ഒരു രാഷ്ട്രീയത്തിന്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഭാഷയിൽ ഒന്നാണ് തമിഴ് എന്നാണല്ലോ. അതെ, അതിപ്പോൾ ആധുനിക കാലത്ത് ഈ ഭാഷാശാസ്ത്രപരമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ അന്ന് പറഞ്ഞിരുന്നതാണ് ശരി അല്ലെങ്കിൽ ശരി എന്നുള്ള കാര്യം ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടും. തമിഴിന്റെ പഴക്കവും മറ്റ് തെലുങ്കിന്റെയും കന്നഡയുടെയും ഒക്കെ പഴക്കം ആലോചിക്കുമ്പോൾ ലോകത്തെ ക്ലാസിക് ഭാഷകളുടെ ഓളം പഴക്കമുള്ള ഭാഷകളാണ്. അന്നു മുതൽ അതിന് സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമായ മഹാകൃതികളൊക്കെ വന്ന ഭാഷയാണ്. ആ ഒരു അഭിമാനബോധം ഉള്ളത് കൊണ്ടും അവരതിനു വേണ്ടിയുള്ള ഒരു ചെലവഴിക്കാൻ വേണ്ടി എടുത്ത. പിന്നെ കേരളത്തിലൊക്കെ പറഞ്ഞാൽ നമ്മൾ അന്യ നാടുകളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനത കൂടിയായിരുന്നു തമിഴർ. അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോഴും അവർ അവരുടെ ആ ഒരു കുറച്ച് രാജ്യങ്ങളൊക്കെ അവിടെ പോയും അവർ തമിഴാണ് സംസാരിക്കുന്നത്. ഈ തമിഴറുള്ള രാജ്യത്തൊക്കെ അവർ തമിഴ് സംസാരിച്ച സിംഗപ്പൂർ എന്ന രാജ്യത്തിന്റെ ഭാഷയിൽ തന്നെ അവിടുത്തെ ഔദ്യോഗിക
ഭാഷയിൽ തന്നെ തമിഴുണ്ട്. അവിടെ ഈ തമിഴ് വംശജരായ ആളുകൾ മന്ത്രിമാരാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അല്ല, ആ ഒരു ബോധത്തിന് കൂടി ഫലമാണ് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഇപ്പോഴും എല്ലാത്തിനും അവർ തമിഴ് വാക്കുകൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഷയ്ക്ക് അത്തരത്തിലേക്കൊക്കെ വളർച്ചയൊക്കെ സാധ്യമാകുന്നത്. എന്തായാലും കിരൺ, നമ്മുടേത് രാഷ്ട്രീയമാണ് വിഷയം. അപ്പോഴും തമിഴ് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തമിഴ്നാടിന്റെ ചരിത്രവും ഭാഷയും വളരെ പ്രധാനപ്പെട്ടതാണ്. കമൽഹാസന്റെ പാർട്ടിക്ക് മക്കൾ നീതിമയം എന്ന് പേര് നൽകുമ്പോൾ ഞാൻ ഈ ഭാഷയെക്കുറിച്ച് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു കിരൺ, ഈ തമിഴ്നാട്ടിലെ നടന്മാരിൽ ഒരുപക്ഷെ ഒരു ഇന്ത്യ എന്ന രാജ്യത്ത് മുഴുവൻ സ്വീകാര്യത നേടുന്ന നടൻ ആണ് കമൽഹാസൻ. മലയാളികൾക്കേറെ പ്രിയപ്പെട്ടവരാണ്. ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലൊക്കെ മലയാള സിനിമയ്ക്ക് പോലും ഈ ബോളിവുഡിലൊക്കെ വലിയ സ്വീകാര്യതയുണ്ട്. പല നടന്മാരും ഹിന്ദി സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഒരു സമയത്ത് ഇന്ത്യൻ സിനിമയെ കൈയടക്കി വെച്ചിരുന്നത് ബോളിവുഡ് ആയിരുന്നുവെങ്കിൽ ആ സമയത്ത് പോലും അതിനിടയിലേക്കൊക്കെ കടന്നു ചെല്ലാൻ കമൽഹാസനെ പോലെ ഒരു താരത്തിന് സാധിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രകടനം ആ നിലയിൽ മെച്ചപ്പെട്ടതായിരുന്നില്ല. അഭിലാഷ്, അതിനകത്ത് ഒരു ചെറിയ വരി കൂടി കൂട്ടിച്ചേർത്തിട്ട് പറയാം. ഈ തമിഴ് കമൽഹാസന് ആദ്യഘട്ടത്തിൽ തുടക്കം മുതൽ കമൽഹാസനാണ് അങ്ങനെ ഒരു നാഷണൽ ഫിഗറായി നിൽക്കുകയും ഹിന്ദിയിലടക്കമുള്ള സിനിമകളിലും ഒക്കെ വരികയും ഇന്ത്യ ആകമാനം ആരാധകരൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് രജനിയുടെ ഒരു പ്രഭാവകാലം വന്നപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഒരു ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് ലോകത്ത് ജാക്കി ചാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ രജനീകാന്ത് നമ്മുടെ ലിസ്റ്റിലുണ്ട്. തുടങ്ങി വെച്ചത് അത് കമൽഹാസൻ തന്നെയാണ്. കമൽഹാസൻ രജനീകാന്തിന്റെ പടമൊക്കെ ജപ്പാനിലെ ആളാണ്. അപ്പോൾ ഈ കമൽഹാസൻ ഒരു രാഷ്ട്രീയത്തിൽ ഈ തമിഴ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, ഇപ്പോൾ രജനീകാന്തിന്റെ ഒക്കെ പല ചിന്താഗതിയും ഹൈന്ദവ രാഷ്ട്രീയതയുമായിട്ടും അല്ലെങ്കിൽ BJP-യുമായിട്ടോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയവുമായിട്ടൊക്കെ പലതരത്തിലും ബന്ധപ്പെട്ട് നിൽക്കുന്നത് നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആത്മീയതയുടെ രാഷ്ട്രീയം എന്നാണ്. തമിഴർക്ക് മനസ്സിലായില്ല എന്താണ് തമിഴർ കേട്ടത് ദൈവമില്ല എന്ന്, ബ്രാഹ്മണനില്ല ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ട് ശീലിച്ച ഒരു ജനതയോട് ഞാൻ ആത്മീയതയുടെ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോഴാണ് ഏറ്റവും തമിഴ്നാട്ടിൽ വർത്തമാന കാലത്ത് സ്വീകാര്യതയുള്ള നടനായിരിക്കുമ്പോഴും അല്ലെങ്കിൽ താരമൊക്കെ ആയിരിക്കുമ്പോഴും MGR-നെയൊക്കെ പോലെ സ്വാധീനമുള്ളായിരിക്കുമ്പോഴും രജനീകാന്ത് പരാജയപ്പെടുന്ന നോക്കുക. പക്ഷേ ഈ കമൽഹാസനെ സംബന്ധിച്ച് കമൽഹാസൻ അങ്ങനെയല്ല. കമൽഹാസൻ തുടക്കം മുതൽ തന്നെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുടെ അടിയുറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദ്രാവിഡ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ, ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ തമിഴ് അഭിമാനത്തിന്റെ നിലപാടുകൾ, സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ, അങ്ങനെ ഒരു ആദർശാത്മകമായ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനൊപ്പമാണ് അദ്ദേഹം ഈ അഴിമതിക്കെതിരെയുള്ള ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ ഞങ്ങൾ കാര്യക്ഷമമാക്കും എന്നുള്ള ഒരു മുദ്രാവാക്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു പ്രകടനം കൂടി കണ്ടതിന് ശേഷം തീർച്ചയായും നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു 2018 ആണ് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായത് എങ്കിൽ തൊട്ടടുത്ത വർഷം ആണ് 2019 ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കളത്തിലേക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ കോളിൽ കാണുന്നത് 2018 പിന്നീട് ഇപ്പോൾ 19 എത്തുമ്പോൾ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു പ്രകടനം എന്നുള്ളതാണ്. അവിടെ സീറ്റുകളൊന്നും നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല 1% വോട്ടിലേക്ക് പോലും എത്തിക്കാൻ ഈ പാർട്ടിക്ക് സാധിച്ചില്ല. 0.4% ആണ് 2019 MNM-ന്റെ പ്രകടനം. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും നില വളരെ മോശമാണ്. നമ്മൾ നേരത്തെ വിജയകാന്തിന്റെ പ്രകടനം നമ്മൾ സൂചിപ്പിച്ചതാണ്. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 8%-ലധികം വോട്ട് നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ കമൽഹാസന്റെ പാർട്ടിക്ക് ആദ്യ തെരഞ്ഞെടുപ്പിൽ വളരെ മോശം പ്രകടനം. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2.62% എന്ന നിലയിലേക്ക് വോട്ട് നില മെച്ചപ്പെട്ടു. അഭിലാഷ്, അതിനകത്ത് അവരുടെ ഒരു നയങ്ങൾ കൂടി അടുത്ത കാലത്തിൽ നമ്മൾ അവർ എന്താണ് പ്രധാനമായും മുന്നോട്ട് വെച്ചതെന്നൂടെ അതുകൂടി പറയുമ്പോഴാണ് അതുകൂടി നമുക്ക് പരിശോധിച്ചു പോകാം. സ്വാഭാവികമായും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ലക്ഷ്യമെന്ത്, ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഉള്ള ലക്ഷ്യമെന്ത് എന്നത് പറഞ്ഞു വെക്കുക സ്വാഭാവികമാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അത് ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയെന്നത് പ്രേക്ഷകർക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കും. ജനപക്ഷം, ജനക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക, സാമൂഹിക നീതി, ജാതീയതയ്ക്ക് എതിരെ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ജാതീയതയ്ക്ക് എതിരെ. അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനത്തിന്റെ കാര്യക്ഷമത. അവിടെയാണ് അഭിലാഷ് യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസം. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഈ വിജയകാന്തിന്റെ പാർട്ടിക്ക് 8%-ലേറെ വോട്ട് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞു. പക്ഷേ കമൽഹാസനെ പോലെ വിജയകാന്തിനേക്കാളും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ തലപ്പൊക്കമൊക്കെയുള്ള ഒരു നടൻ അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും നേടാൻ കഴിഞ്ഞില്ല. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കമൽഹാസനെ സംബന്ധിച്ച് കമൽഹാസന്റെ സിനിമകളൊക്കെ വിജയിച്ചത് കമൽഹാസൻ സിനിമയുടെ അഭിനയ മികവ് കൊണ്ട്, സാങ്കേതിക മികവ് കൊണ്ട്,
അല്ലെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കമലഹാസൻ. അതെ. ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം പരീക്ഷണങ്ങൾ നടത്തിയ മറ്റൊരു നടൻ ഉണ്ടാവില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമയുടെ മെച്ചം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയിച്ചത്. വിജയകാന്തിന്റെ സിനിമയൊക്കെ 10-18 സിനിമ എടുക്കുമ്പോൾ അതെല്ലാം വിജയിച്ചു പോകുന്നത് എല്ലാം ഒന്നും സിനിമ മെച്ചപ്പെട്ടിട്ടൊന്നുമല്ല. ഇപ്പോഴൊക്കെ പല സിനിമകളൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ പഴയ ഇവരുടെ രജനീകാന്തിന്റെയും വിജയകാന്തിന്റെയും ഒക്കെ പടം കാണുമ്പോൾ നമുക്ക് തമാശ വരുന്ന സിനിമ, എങ്ങനെയൊക്കെയാണ് ഈ സിനിമ ആളുകൾ വിജയിച്ചതെന്നൊക്കെ സംശയം തോന്നും. പക്ഷെ കമലഹാസന്റെ ഇപ്പോഴും ഏത് പഴയ സിനിമ എടുത്താലും ക്ലാസുകളാണ് കമലഹാസൻ. മറ്റവരങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ കമലഹാസൻ എന്ന് പറഞ്ഞാൽ വന്ന് വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കമലഹാസൻ അങ്ങനെ ഒരു ജനകീയനായ, അല്ലെങ്കിൽ മറ്റേ വിജയകാന്തിനെ പോലെയോ രജനീകാന്തിനെ പോലെയോ സ്വന്തം നിലയിൽ വലിയ ആരാധകരൊന്നുമുള്ള ഒരു നടനല്ല. കമലഹാസൻ ഇവർക്കൊക്കെ മോളിക്കുന്ന അഭിനേതാവാണെന്നുള്ള ബഹുമാനം, കമലഹാസനോട് അത്തരത്തിൽ ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആരാധക വൃന്ദം കമലഹാസന് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കമലഹാസന്റെ പാർട്ടി ആദ്യം മുന്നോട്ട് വെച്ചപ്പോഴും എല്ലാം പിന്നെ അതിന് അപ്രായോഗികത ഒരുപാടുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ അങ്ങനത്തെയുള്ള ആളുകളെ കൊണ്ടുവരാനോ അത്തരത്തിലേക്ക് മുന്നേറാനോ ഒന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം എടുത്ത ചൂടുകൾ പലതും പിഴച്ചു പോവുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ആദ്യ തെരഞ്ഞെടുപ്പിൽ 0.4% വോട്ടെന്ന് പറയുന്നത് വളരെ ഒരു അപ്രസക്തമായ പാർട്ടിയാണ്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമെന്നൊക്കെ വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അവിടുത്തെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുമായിട്ടാണ് സഖ്യമുണ്ടാക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുമായിട്ട് മക്കൾ നീതി മയ്യം എന്തിനാണ് സഖ്യമുണ്ടാക്കുന്നതെന്ന് സാധാരണ ഗതിയിലുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും മനസ്സിലാവുന്ന ഒന്നായിരുന്നില്ല. പക്ഷെ കമലഹാസൻ എന്തുകൊണ്ടോ ഈ രാഷ്ട്രീയത്തിലുള്ള ഒരു പരിചയക്കുറവും, അല്ലെങ്കിൽ അത്തരത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായി കൈകൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഞാൻ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾ അതൊരു അഴിമതിരഹിതമായ നാടാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഈ വിസിൽ ബ്ലോവേഴ്സിന് വേണ്ടി ഒരു ആപ്പൊക്കെ അദ്ദേഹം തുടങ്ങി. ആ ആപ്പ് തുടങ്ങിയിട്ട് ആപ്പിലൂടെ മായം വിസിൽ എന്ന് പറയുന്ന ഒരു ആപ്പായിരുന്നു. അതിലൂടെ ഈ സമൂഹത്തിലെ തെറ്റുകൾ ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ ഈ കേരളത്തിൽ മറ്റേ ഒരു 4G സിനിമ ഇറങ്ങിയത്. അപ്പൊ അമ്മട്ടിലുള്ള ഒരു സാധനം, അതൊക്കെ ഈ കാൽപ്പനികമായി കാണാൻ കൊള്ളും എന്നതിനപ്പുറത്തേക്ക് പ്രായോഗികമാക്കാൻ ഏറെ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാവും കമലഹാസന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു വലിയ മാറ്റം ഉണ്ടാക്കാനോ ചലനം ഉണ്ടാക്കാനോ ഒന്നും തമിഴ് രാഷ്ട്രീയത്തിൽ കഴിയാതെ പോയത്. കമലഹാസൻ സിനിമയിൽ വിജയിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ കമലഹാസന്റെ പരിചയക്കുറവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ചേരുവയിൽ അദ്ദേഹത്തിന് എന്തായാലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയും. എന്തായാലും കമൽഹാസന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രകടനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ സിനിമയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ ഒരുപക്ഷെ സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം ആണ് കമൽഹാസൻ. പക്ഷെ രാഷ്ട്രീയത്തിൽ അതായിരുന്നില്ല സാഹചര്യം. വളരെ പെട്ടെന്ന് കമൽഹാസന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച്. സിനിമയിൽ കമൽഹാസൻ കൈവയ്ക്കാത്ത മേഖലയില്ല. കഥാപാത്രങ്ങളിലും ആ വൈവിധ്യം പുലർത്താൻ ഉലകനായകൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. തമിഴകത്ത് മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ കമൽഹാസൻ ചിത്രങ്ങൾക്ക് അത്രമേൽ സ്വീകാര്യതയും ലഭിച്ചു. രാജ്യമൊട്ടാകെ ആരാധകരുള്ള കമൽഹാസൻ തന്റെ ഫാൻസ് ക്ലബ്ബുകളെ കമൽ നർപ്പണി ഇയക്കം എന്ന പേരിൽ സാമൂഹ്യ ക്ഷേമ സംഘടനയാക്കി മാറ്റി. വിവിധ പദ്ധതികൾക്കായി 30 കോടിയിലധികം രൂപ സംഭാവന ചെയ്തിട്ടുള്ളതായാണ് കണക്കുകൾ. തടാകം വൃത്തിയാക്കൽ, രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കൽ തുടങ്ങി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടന നടത്തിവരുന്നുണ്ട്. ഇതിനിടെ 2018 ഫെബ്രുവരി 21 മക്കൾ നീതിമയ്യം എന്ന രാഷ്ട്രീയ സംഘടന പ്രഖ്യാപിച്ചു. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 37 സീറ്റുകളിൽ പാർട്ടി മത്സരിച്ചു. എന്നാൽ കമൽഹാസൻ ചിത്രങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത മക്കൾ നീതിമയ്യത്തിന് തമിഴ് മക്കൾ നൽകിയില്ല. പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടു. 2021 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ സൗത്തിൽ നിന്ന് കമൽഹാസൻ മത്സരിച്ചെങ്കിലും അവിടെയും തോൽവി അറിഞ്ഞു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരവേ എന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞ ഒരു ഡയലോഗ്, അത് ഒരുപക്ഷെ തമിഴ് ജനത മാത്രമല്ല ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ആരാധകരും ഏറ്റെടുത്തതാണ്. പക്ഷേ അങ്ങനെ വന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പിന്നീട് ആ സ്വീകാര്യത ലഭിച്ചോ? അത് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.